പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിലും പരസ്പരം മിണ്ടാതെ മുഖ്യമന്ത്രിയും ഗവർണറും. കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും കെ.ബി. ഗണേഷ് കുമാറിന്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ വേദിയിൽ അടുത്തിരുന്നിട്ടും പരസ്പരം നോക്കിയിട്ടില്ല. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നതിനിടയിലാണ് ഇന്ന് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള മഞ്ഞുരുകലിനുള്ള വേദിയായി മാറുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതിനുള്ള അവസരമുണ്ടായില്ലെന്ന് മാത്രമല്ല, അസാധാരണ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതും. ചടങ്ങ് ആരംഭിച്ചതു മുതൽ ഇരുവരും പരസ്പരം മുഖത്ത് പോലും നോക്കിയില്ല. ചടങ്ങ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാതെ മടങ്ങി. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങി. പരസ്പരം സംസാരിക്കാനോ ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ ഇരുവരും തയ്യാറായില്ല. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും തുടരും. അതേസമയം രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരായി കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ഗണേഷ് കുമാർ ദൈവനാമത്തിൽ സത്യവാചകം ചൊല്ലിയപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ ദൃഢപ്രതിജ്ഞ ചെയ്താണ് മന്ത്രിയായി അധികാരമേറ്റത്. രാജ്ഭവനിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അതേസമയം ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. ക്ഷണിതാക്കൾക്ക് മാത്രമേ ചടങ്ങിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. പങ്കെടുക്കുന്ന മന്ത്രിസഭായോഗം ജനുവരി 3 ചേരും. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഔദ്യോഗികമായി തീരുമാനം ആയിട്ടില്ല. കെ.ബി. ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകേണ്ടതില്ലെന്ന് CPM തീരുമാനിച്ചു. ഗതാഗത വകുപ്പ് മാത്രമാണ് ഗണേഷിന് ലഭിക്കുക. സിനിമാ വകുപ്പ് കൂടി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. ചിലപ്പോൾ ചില വകുപ്പുകളിൽ മാറ്റം വന്നേക്കും. കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പാണ് ലഭിച്ചത്. സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇടതുമുന്നണിയിലെ 2 ഘടകകക്ഷികൾ മന്ത്രി പദവി മറ്റ് 2 ഘടകകക്ഷികൾക്ക് കൈമാറണമെന്ന് നേരത്തെ തന്നെ ധാരണയായിരുന്നു. ഇതനുസരിച്ചാണ് മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചത്. മറ്റ് മന്ത്രിമാരുടെ ചുമതലകൾ മാറുന്ന വിധം വകുപ്പ് മാറ്റം വേണ്ടെന്നാണ് CPMന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട്. ഇതനുസരിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം ആന്റണി രാജു ഒഴിയുമ്പോൾ ഗതാഗത വകുപ്പ് കോൺഗ്രസ് ബിയുടെ ഗണേഷ് കുമാറിന് ലഭിക്കും. INLന്റെ മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസ് എസിന് കൈമാറിയത്. തുറമുഖം, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളാണ് INLന്റെ മന്ത്രിയായ അഹമ്മദ് ദേവർകോവിലിന്റെ ചുമതലയിലുള്ളത്. ഇത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കിട്ടി. വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ വരും. അതേസമയം KSRTCയിൽ അഴിമതി വെച്ചു പൊറുപ്പിക്കില്ലെന്നാണ് ഗണേഷ് കുമാർ രാവിലെ പ്രതികരിച്ചത്. തൊഴിലാളികൾ പറയുന്നതിൽ കാര്യമുണ്ട്. എല്ലാവരും സഹകരിച്ചാൽ KSRTCയെ വിജയിപ്പിക്കാം. ഗ്രാമീണ മേഖലയിൽ ബസ്സുകൾ കൂടുതലായി ഇറക്കും. അത് വലിയ മാറ്റമാകും. KSRTCയെ സിസ്റ്റമാറ്റിക് ആക്കി മാറ്റണം. തുടർച്ചയുണ്ടാകണം. കോർപ്പറേഷനെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എളുപ്പമല്ല. എന്നാൽ തൊഴിലാളി ദ്രോഹ നടപടികളൊന്നും ഉണ്ടാകില്ലെന്നും നിയുക്ത മന്ത്രി വ്യക്തമാക്കി. എന്തിനേയും എതിർക്കുക പ്രതിപക്ഷത്തിന്റെ ജോലിയെന്ന് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം വിമർശിച്ചു. പ്രതിപക്ഷം ഉയർത്തുന്ന പല കാര്യങ്ങളും ആരോപണങ്ങൾ മാത്രമായി അവസാനിക്കുന്നു. കഴമ്പുള്ള കാര്യങ്ങളൊന്നും പ്രതിപക്ഷത്തിൽ നിന്നുണ്ടാകുന്നില്ല. സഹകരിക്കേണ്ടിടത്ത് പ്രതിപക്ഷം സഹകരിക്കണം. ഇപ്പോഴത്തെ സമരങ്ങൾ എന്തിനെന്ന് മനസ്സിലാകില്ലെന്ന് പറഞ്ഞ അദ്ദേഹം നവകേരള സദസ്സിനെതിരായ സമരങ്ങൾ എന്തിനെന്ന് വ്യക്തമല്ലെന്നും പറഞ്ഞു.